വെൽക്കം ടു ഓൾ. നമ്മൾ ഈ ചാപ്റ്റർ പ്രോബ്ലംസ് ഒക്കെ അവസാനിച്ചു. ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ തിയറിയുടെ ബേസിലാണ് നമ്മൾ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യുന്നതും അതുപോലെ വാരിയൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിന് റിസ്ക് കുറവാന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് അത് എന്താന്ന് നോക്കാം. എക്സാമിന് ചില കേസുകൾ അത് ചോദിക്കാറുണ്ട്, എന്താണ് മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഡിഫറെന്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് along different industries and different class of assetsലെ allocate ചെയ്ത് നമ്മുടെ റിസ്ക് കുറയ്ക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു മാക്സിമൈസ് റിട്ടേൺ ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ടു ഡിഫറെന്റ് ഏരിയാസ് ദാറ്റ് വുഡ് ഈച്ച് റിയാക്ട് ഡിഫറെന്റ്ലി ടു ദ സെയിം ഇവന്റ്. അതായത് എക്കണോമിയിൽ ഒരു ഇവന്റ് ഇൻകർ ചെയ്യുകയാണെങ്കിൽ ആ ഇവന്റിനോട് രണ്ട് ഡിഫറെന്റ് രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകളുടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ എയിമിംഗ് ടു മാക്സിമൈസ് റിട്ടേൺ. നമ്മുടെ ഒരു എക്കണോമിയിൽ ഇൻകർ ചെയ്യുന്ന ഇവന്റിനോട് ഡിഫറെന്റ് രീതിയിൽ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് ഏരിയയിലുള്ള സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ത്, ഈ ഡൈവേഴ്സിഫിക്കേഷന്റെ എയിം എന്ന് പറയുന്നത്. ഈവൻ നമുക്കറിയാം എന്താണ്, ഒരു ലോസിന് എഗൈൻസ്റ്റ് ഒരു ഗ്യാരണ്ടി ഒന്നും, ലോസ് തീരെ ഉണ്ടാവില്ല ഡൈവേഴ്സിഫൈ ചെയ്താൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ബട്ട് ഒരു പരിധി വരെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ ലോങ് ടേമിനുള്ളത് അച്ചീവ് ചെയ്തിട്ട് വിത്ത് മിനിമം റിസ്കിൽ അച്ചീവ് ചെയ്യാൻ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതൊരു ഷോർട്ട് ടേമിൽ ഇത് വർക്ക് ആവണമെന്നും നിയമം. അപ്പൊ ഒരു ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾ വിത്ത് മിനിമം റിസ്കിൽ അച്ചീവ് ചെയ്യാൻ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ തിയറിയിലേക്ക് ഇങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുന്നത് ആരാളാണ്, എന്ത്, ഹാരി എം മാർക്കോവിറ്റ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡൈവേഴ്സിഫിക്കേഷൻ മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ. എക്സാമിന് അപ്പോ മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട, സംഭവം സെയിം ആണ്. ഈ തിയറി കൊടുക്കുന്നത്, അതായത് ഡിഫറെന്റ് വെയിറ്റില് ഡിഫറെന്റ് ഏരിയാസിലുള്ള സെക്യൂരിറ്റീസ് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷന്റെ അതിനെ നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറച്ച് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആകാൻ പറ്റുമെന്ന തിയറി ഡെവലപ്പ് ചെയ്ത ആളാണ് എന്ത്, മാർക്കോവിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ പോർട്ട്ഫോളിയോ സെലക്ഷൻ ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അയാൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണം വി കോൾഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആസ് മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ അയാൾ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് എന്താന്ന് വെച്ചാ ഒരു ആവറേജ് ഇൻവെസ്റ്ററുടെ ബേസിലാണ്. ഒരു ആവറേജ് ഇൻവെസ്റ്ററുടെ ആഗ്രഹം എപ്പോഴും എന്തായിരിക്കും, മാക്സിമം റിട്ടേൺ കിട്ടുക, ബട്ട് ലീസ്റ്റ് റിസ്കിലാണ്. സോ ഈ ഒരു മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു നമ്മുടെ റിസ്ക് ആൻഡ് റിട്ടേൺ അനലൈസ് ചെയ്യാനുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ റിസ്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ആണ് എന്ത്, മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ തിയറി ആണ് പിന്നീട് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോയിലേക്ക് ലീഡ് ചെയ്തത്. എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു പോർട്ട്ഫോളിയോ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഹയസ്റ്റ് റിട്ടേൺ ഫോർ എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, അതായത് ഒരു ലെവൽ ഓഫ് റിസ്കിന് മാക്സിമം റിട്ടേൺ നൽകുന്ന പോർട്ട്ഫോളിയോനെയും വി കോൾഡ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ഒരു ഗിവൺ ലെവൽ ഓഫ് റിട്ടേണിന് ഏറ്റവും കുറവ് റിസ്ക് ഉള്ള പോർട്ട്ഫോളിയോനെ നമ്മൾ എന്ത് പറയുന്നു, എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതായത് എന്ന് വെച്ചാൽ നമ്മളൊരു ഹയസ്റ്റ് ഒരു സെക്യൂരിറ്റിയിൽ കിട്ടാവുന്ന ഏറ്റവും ഒരു കോമ്പിനേഷന് കിട്ടാവുന്ന ഹയസ്റ്റ് റിട്ടേൺ അറ്റ് എ മിനിമം റിസ്ക്, ഹയസ്റ്റ് a portfolio which have a highest return
അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് എന്ന് വെച്ചാൽ ഒരു റിസ്ക് എടുക്കുന്നതിന് മാക്സിമം നമുക്ക് ആ റിട്ടേൺ കിട്ടുന്നെങ്കിൽ വി കോൾ ദാറ്റ് പോർട്ട്ഫോളിയോ ആസ് എഫിഷ്യന്റ് ബിക്കോസ് ഫോർ അണ്ടർടേക്കിംഗ് ദാറ്റ് റിസ്ക് വി വിൽ ഗെറ്റ് ദ സഫിഷ്യന്റ് റിവാർഡ്. അങ്ങനെയുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് പറയും? എന്താണ്? എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്? മിനിമം റിസ്കിൽ ആ ഒരു നമ്മൾ എടുക്കുന്ന ഗിവൺ ലെവൽ ഓഫ് റിസ്കിന് ഒരു ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ, അതായത് ഇപ്പൊ കുറച്ച് റിസ്ക് നമ്മൾ എടുക്കാൻ തയ്യാറാവുമെങ്കിൽ ആ റിസ്കിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ ഉണ്ടെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. അപ്പൊ നമുക്ക് രണ്ട് തരത്തിലും പറയാം. ഒരു ഗിവൺ ലെവൽ ഓഫ് റിസ്കിന് മാക്സിമം റിട്ടേൺ കിട്ടുന്ന പോർട്ട്ഫോളിയോനെ വി കോൾഡ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ. അതുപോലെ തന്നെ എന്താണ്? ഒരു ഗിവൺ ലെവൽ ഓഫ് റിട്ടേൺ മിനിമം റിസ്ക് ആണ് ഉള്ളതെങ്കിൽ ആ പോർട്ട്ഫോളിയോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് മനസ്സിലായാലേ നോക്കാം. ഒരു എ എന്നുള്ള പോർട്ട്ഫോളിയോ ഉണ്ട്, ബി എന്നുള്ള പോർട്ട്ഫോളിയോ ഉണ്ട്. എ എന്നുള്ള പോർട്ട്ഫോളിയോന്ന് കിട്ടുന്ന എയും ബിന്നും കിട്ടുന്ന ഹയസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 50 lakh ആണ്. രണ്ടെന്നും കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 15 lakh ആണ്. അതിന് നമ്മൾ ഏറ്റെടുക്കേണ്ട റിസ്ക് എക്ക് എന്ന് പറയുന്നത് ഒരു 35% സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 35% ആണ് റിസ്ക്. ബിക്ക് എന്ന് പറയുന്നത് 50% ആണ് റിസ്ക്. അപ്പൊ ഇതിൽ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ഏതാണ്? എ. കാരണം ബിക്കോസ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് return we have lowest risk in given level of return we have lowest risk in A, so we called it as efficient portfolio. ഇനി മറ്റേതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ രണ്ടിനും എടുക്കേണ്ട റിസ്ക് ഈസ് 35%. എക്ക് കിട്ടുന്നത് 50 lakhും ബിക്ക് കിട്ടുന്നത് 30 lakhും. സോ വി ഏതിനെയാണ്? എനെ എടുക്കും. ബിക്കോസ് അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക് വി ഗെറ്റ് ഹയസ്റ്റ് റിട്ടേൺ ഫ്രം എ. അതാണ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇപ്പോ ഇനിയിപ്പോ ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ we should have securities in same industry but in different companies. ഇപ്പോ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എയർലൈനിന്റെ ഉണ്ടാവണം, റെയിൽവേയുടെ സ്റ്റോക്ക് ഉണ്ടാവണം. കാരണം എയർലൈനിനെ എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇവന്റ് വന്നാൽ എന്താണ്? എയർലൈൻ സ്റ്റോക്കിന്റെ പ്രൈസ് കുറയും, വി മേ ഫേസ് ലോസ്. ബട്ട് ഇങ്ങനെ എയർലൈൻ റെഡ്യൂസ് ചെയ്താൽ പുഷ്പിക്കുന്ന മറ്റു ഇൻഡസ്ട്രിയാണ് എന്ത്? റെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഗെറ്റ് ഗെയിൻ ഫ്രം ദാറ്റ് സ്റ്റോക്ക്. അപ്പൊ അങ്ങനെ ഉണ്ടാവണം. അതുപോലെ ഇപ്പോ ട്രാൻസ്പോർട്ടിംഗ് ഇൻഡസ്ട്രീനെ മൊത്തം എഫക്ട് ചെയ്യുന്ന ഒരു ഇവന്റ് വന്നാലോ, ജസ്റ്റ് ലൈക്ക് കൊറോണ, അപ്പൊ നമ്മുടെ ഉണ്ടായിരിക്കണം ഡിഫറെന്റ് ഇൻഡസ്ട്രിയിലും കൂടി ഉള്ള എന്തുണ്ടായിരിക്കണം? സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം. ഇനി ഡിഫറെന്റ് ഇൻഡസ്ട്രിയിലുള്ള സെക്യൂരിറ്റീസ് മാത്രം പോരാ, ഡിഫറെന്റ് ക്ലാസ് ഓഫ് അസറ്റ്സിലുള്ള സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? ബോണ്ടും ഇക്വിറ്റിയും നോർമലി ഓപ്പോസിറ്റ് ആണ് ഒരു ഇവന്റിനോട് റിയാക്ട് ചെയ്യുക. രണ്ടും ഡിഫറെന്റ് റിയാക്ഷൻ ആണ് ബോണ്ടിനും ഇക്വിറ്റിക്കും ഉള്ളത്. സോ എന്ത് ചെയ്യണം? ഡിഫറെന്റ് ക്ലാസ് ഓഫ് അസറ്റ്സും വി ഷുഡ് ഹാവ് ഇൻ അവർ പോർട്ട്ഫോളിയോ. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം റിട്ടേണും മിനിമം റിസ്ക് ചെയ്യാൻ പറ്റില്ല. സോ വി ഷുഡ് ഹാവ് ഇൻ അവർ പോർട്ട്ഫോളിയോ വി ഷുഡ് ഹാവ് സെക്യൂരിറ്റീസ് ഓഫ് സെയിം ഇൻഡസ്ട്രീസ് ഇൻ ഡിഫറെന്റ് കമ്പനി. ഓൾസോ വി ഷുഡ് ഹാവ് സെക്യൂരിറ്റീസ് ഇൻ ഡിഫറെന്റ് ഇൻഡസ്ട്രി. ഓൾസോ ദ പോർട്ട്ഫോളിയോ ഷുഡ് കമ്പോസ് ഓഫ് ഡിഫറെന്റ് ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ്. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാക്സിമം ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് മാർക്കോവിറ്റ്സ് തിയറി പറയുന്നത്. മാർക്കോവിറ്റ്സ് തിയറി കൂടുതലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആവുക, എന്താണ്? കോവാരിയൻസ് എന്ത് ചെയ്യുക? മാക്സിമം നെഗറ്റീവ് ആകുക. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഉള്ള സെക്യൂരിറ്റിയുടെ പോർട്ട്ഫോളിയോ ആണ് എന്ത്? ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇഫ് അവർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 0 ആൻഡ് ദ കോവാരിയൻസ് ഈസ് നെഗറ്റീവ്, ഓവറോൾ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്, -1 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ സെക്യൂരിറ്റീസ് തമ്മിലുള്ള ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് എന്ന് പറയുന്നത് വളരെ കുറവാണെന്നാണ് അർത്ഥം. അപ്പൊ ക്ലിയർ ആയ ഇതിന്റെ ബേസിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിസ്ക് കാണാനും കോവാരിയൻസും ഒക്കെ നമ്മൾ റിസ്ക് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്.
ഈ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുമ്പോ കുറച്ച് ഗൈഡ് ലൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കോവിറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ പ്രോപ്പർ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം. അതായത് ഡിഫറെന്റ് ക്ലാസ് ഉള്ള സെക്യൂരിറ്റീസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണം. ഒന്നും കൂടുതൽ കുറവ് ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി ഇൻ എ ബാലൻസ്ഡ് വെയിറ്റ്. എല്ലാത്തിനും ഒരു വെയിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ആ സെക്യൂരിറ്റി തന്നെ കോറിലേഷൻ ഇല്ലാത്തതും വേണം, നെഗറ്റീവ് കോറിലേഷൻ ഉള്ളത് വേണം. അല്ലാതെ എല്ലാ നെഗറ്റീവ് കോറിലേഷൻ ഉള്ളതായി നമുക്കൊന്നും മാക്സിമം ഗെയിൻ കിട്ടില്ല. ഇതിലുണ്ടാകുന്ന ലോസ് ഓഫ്സെറ്റ് ചെയ്യുള്ളൂ. പക്ഷെ എന്താണ്, കോറിലേഷൻ ഉള്ളതും വേണം, നെഗറ്റീവ് കോറിലേഷൻ ഉള്ളതും വേണം. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. സോ എന്താണ്, അങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് പറയുന്നത്. അതിന് നമ്മളെ മാക്സിമം നമ്മുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ സെറ്റപ്പ് ചെയ്യുമ്പോൾ നോക്കേണ്ട 3 കാര്യങ്ങളാണ് പറയുന്നത് ഒരു എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇതിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. പാരാമീറ്റേഴ്സ് ഓഫ് മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ. ഫസ്റ്റ് വരുന്നതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. പിന്നെ വരുന്നതാണ് എന്ത്, വാരിയബിലിറ്റി ഓഫ് റിട്ടേൺ മെഷേർഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം മീൻ. പിന്നെ വരുന്നതാണ് എന്ത്, കോവാരിയൻസ് ഓർ വാരിയൻസ് ഓഫ് വൺ അസറ്റ്സ് റിട്ടേൺ ടു അതർ അസറ്റ്സ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കുന്നത്. എക്സ്പെക്റ്റഡ് റിട്ടേൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോവാരിയൻസ്. നോർമലി ഹയർ ആണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. ബിക്കോസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറഞ്ഞാലാണ് റിസ്ക്കും വാരിയൻസും കുറവ്. സോ വി വിൽ ഹാവ് മോർ റിട്ടേൺ. സോ ഹയർ എക്സ്പെക്റ്റഡ് ആണെങ്കിൽ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കുറവായിരിക്കും. ഇനി രണ്ടും തമ്മിലുള്ള കോറിലേഷൻ കുറവാണ് അല്ലെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാണ്, അതാണ് നല്ലത്. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഹൈ ഉള്ള, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവുള്ള, രണ്ടും നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മുഴുവൻ നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഏറ്റവും നല്ലത്. സോ എന്താണ്, the selected portfolio should have high expected return and its standard deviation should be low and the covariance between the securities should be negative. That portfolio is the best suited to investor എന്നാണ് പറയുന്നത്. സോ ഈ മ്യൂച്വലി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിക്കുള്ള റിസ്ക് എന്താണെങ്കിലും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഓവറോൾ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാം, ലോവർ ചെയ്യാനായിട്ട് പറ്റും. കോവാരിയൻസ് എപ്പോഴും നെഗറ്റീവ് ആണ്. അപ്പോഴാണ് നമുക്ക് റിസ്ക് നെഗ്ലിഗബിൾ അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഹൈ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും മിനിമം ഇഫ് വി ക്യാൻ 0, കോവാരിയൻസ് നെഗറ്റീവ് ഇഫ് വി ക്യാൻ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അതായത് -1. ഇതാണ് മാർക്കോവിറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷനിൽ പറയുന്നത്. ഇതൊരു തിയറി പഠിക്കാനുള്ളൂ, വേറൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.